ചേരുന്നുണ്ട്. ശ്രീ GV ഹരി, ഇത് ഉചിതമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു എന്ന് അല്പസമയം മുമ്പ് VM സുധീരൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. VM സുധീരനും സതീശനെ കുറിച്ച് തന്നെയാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അതായത് ജനഹിതം മാനിക്കണം എന്നുള്ള സന്ദേശമായിരുന്നു. അത് തന്നെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തുവല്ലോ. വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയാകാൻ കോപ്പ് കൂട്ടിയ ആളുകൾ അവരാണ് ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ 10 ദിവസവും. ഒരിക്കലുമില്ല. ഇത് ഞങ്ങൾ ഈ പലപ്പോഴും ഞാനും മഞ്ജുഷൊക്കെ ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രോസസ്സ് മാത്രമാണ്. ഈ പ്രോസസ്സിനകത്ത് എല്ലാ കാര്യങ്ങളുടെയും മെറിറ്റ് പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞു. വളരെ കൃത്യമായി തന്നെ ഒരാളെ, ഇപ്പോൾ 3 പേര് ഉണ്ടായിരുന്നതിൽ ഒരാളെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. അതിനകത്ത് അതിശയമൊന്നുമില്ല. കാരണം ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഒരു കാലത്തും ഒരാളെ മാത്രമായിട്ട് അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടില്ല. അത് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ജനനേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ, അത് തെറ്റായിട്ടുള്ള കാര്യം. ഇത്തവണ അനാവശ്യമായ കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഹൈക്കമാൻഡിന് മനസ്സിലായി ജനഹിതം ഇതാണ് എന്ന്. അത് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിക്കേണ്ടതായിട്ട് വന്നു. അതായത് MLA-മാരുടെ പിന്തുണയല്ല ഇവിടെ ഘടകം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമല്ല ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൂടെ അല്ല മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത് കേട്ടോ. അല്ല, ഞാൻ പറയട്ടെ, ആ കാര്യങ്ങൾ പരിഗണിച്ചല്ലോ. ആദ്യം നമ്മൾ ആ പ്രോസസ്സ് ഒന്ന് നോക്കിയാൽ അത് മനസ്സിലാവുമല്ലോ. ആദ്യം കണ്ടത് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ CLP-യിലുള്ള ആളുകളെയാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ആ അഭിപ്രായങ്ങൾക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ട് അവിടെ കൊടുത്തപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചകളൊക്കെ സൂചിപ്പിച്ച പോലെ അസാധാരണമായൊരു സംഭവം ഉണ്ടായത്. MLA ആയി മത്സരിക്കാത്ത KC വേണുഗോപാലിൻ്റെ പേര് MLA-മാർ നിർദ്ദേശിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എല്ലാ PCC-യുടെ മുൻ അധ്യക്ഷന്മാരെ വിളിച്ചു. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. പിണറായി വിജയനായിരിക്കും പ്രതിപക്ഷ നേതാവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.